ഇന്നത്തെ എൻ്റെ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്തു തരാം കേട്ടോ. അപ്പം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു തരാം. അപ്പോൾ കൂട്ടുകാർ നിങ്ങൾ ക്ഷമയോടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാലേ നമുക്ക് എന്താണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ നല്ല ഹാപ്പിയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് പിടി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങളതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കുന്നത് പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ 2 ദിവസം മുന്നേ അങ്ങനെ ഒരു വീഡിയോ ഇട്ടീനു. അപ്പം ഇതും അങ്ങനെ ഇടുമെന്ന് പറയുമ്പോൾ നമ്മൾ അത് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ചുരുക്കം ചിലർക്കൊക്കെ ഇത് അറിയും കേട്ടോ. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫൊക്കെ കേക്ക് ക്ലീൻ ആക്കിയതിന് ശേഷം മസാല തയ്യാറാക്കണം കേട്ടോ. വരട്ടാണ് ബീഫ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ പത്തിരിക്ക് പൊടി വാട്ടുന്നുണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡ്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് പത്തിരി, ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം ഇതൊക്കെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ കറി, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ പരിപാടിക്ക് കുറച്ച് കൂടുതൽ ആളൊക്കെ ഉണ്ടാകുമ്പം കറിയാണെങ്കിലും ഇതൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കട്ടെ. അപ്പം ഇരിക്കുകയാണെങ്കിൽ ഇത്ര കൂടുതൽ ഉണ്ടാക്കി പരിചയമില്ല കേട്ടോ. അപ്പം ബേജാറാണ്. പിന്നെ ഞാനും ഉമ്മയല്ലേ. പിന്നെ നമ്മൾ വലിയൊരു പരിപാടി ആക്കാത്തതുകൊണ്ട് തന്നെ ആരും ഇത്തമാരും ആരുമില്ല. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും ആരും. പിന്നെ കാരണം നമ്മൾ വലിയ പരിപാടി ഉണ്ടാക്കാറ് നമുക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല. അപ്പം ഇതിന് ഏറ്റവും താല്പര്യം ഞങ്ങളപ്പാക്കിന്. അപ്പോൾ ഉപ്പ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു മൂടൊന്നുമില്ല. വെക്കാനാ എന്താ ഓർക്കുമ്പോൾ വിഷമമുണ്ട് ഇല്ല എന്നല്ല. അപ്പം വലിയൊരു പരിപാടി നമ്മൾ വിചാരിച്ചതുമല്ല. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കുറച്ച് വലിയതായി. അങ്ങനെ അൽഹംദുലില്ലാഹ് എല്ലാം റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇത്തമാരും ആരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കും തന്നെ ഒരു ബേജാറായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കാര്യമായിട്ട് 4 ആൾ കൂടുമ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്യലേ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം അത്ര വലിയൊരു പരിപാടി നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പം ഏതായാലും അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി. സത്യം പറയുകയാണെങ്കിൽ നല്ല ബേജാറ് തന്നെയാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ. ഏതായാലും ഉണ്ടാക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെയാണ് കാര്യമായിട്ട് വരുമ്പോൾ. പിന്നെ പത്തിരിയൊക്കെ ചൂടാനൊക്കെ ഇമ്മയും കൂടി തന്നു. അങ്ങനെ ഒരു വിധമൊക്കെ ഇങ്ങോട്ട് ഒപ്പിച്ച് ഞങ്ങളെ പരിപാടി അങ്ങോട്ട് റാഹത്തായിട്ടോ. അങ്ങനെ പത്തിരിക്കൊക്കെ ഞാൻ പൊടിയൊക്കെ വാട്ടിങ്ങാണ്ട് കുഴക്കുകയാണ്. കുഴച്ച് പ്രസ്സിലൊക്കെ അമർത്തിങ്ങാണ്ട് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഉമ്മയാണ് പരത്തി തരമാക്ക് ഈസിയാണ് പത്തിരിയൊക്കെ പരത്തലും ചുടലൊക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ ഉമ്മയാണ് ചെയ്യുക. പിന്നെ ഞാൻ കറിക്കൊക്കെ മസാലയൊക്കെ കൂട്ടി ചിക്കൻ അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിക്ക് നാളികേരം വറുത്തരച്ച് ബീഫ് ഫ്രൈ ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തു. അങ്ങനെ ഏകദേശം പരിപാടിക്ക് ആയി. എല്ലാം റെഡി ആയിരുന്നു കേട്ടോ എല്ലാവരും എത്തിയപ്പോഴത്തേന്.
പരിപാടി എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഗൈസ്. അപ്പോൾ എന്താണെന്നറിയോ, എൻ്റെ മോൻ്റെ കല്യാണ നിശ്ചയമാണ് കേട്ടോ. അതേനു ഇന്നത്തെ പരിപാടി. എല്ലാവരും എത്തിയോൽക്ക് വെള്ളമൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചോല് പോയിട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇവിടുത്തോല് കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ഓലൊക്കെ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും പോയി. അങ്ങനെ ഒക്ടോബർ മാസത്തിലാണ് മോൻ്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്തത്. അൽഹംദുലില്ലാ എല്ലാവരും റാഹത്തായിട്ട് കൂടി പിരിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ.